ശങ്കരു, നീ ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ല. പേടിപ്പിച്ചൊന്നുമല്ല, നാട്ടുകാരുടെ തല്ലുകൊണ്ടിരിക്കാൻ ചെയ്ത. വാ ഇങ്ങട്. ഈശ്വര, കുളി തുടങ്ങണേ ഉള്ളൂ. നീ തല്ലുകൊണ്ട് ചാവും. അതിന് ഞാനെന്ത് ചെയ്തെന്നാ? ഒന്ന് മൂത്രമൊഴിക്കായിരുന്നു അല്ലേ? ആ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് കണ്ടാലേ ഇനി മേലെ നിനക്ക് മൂത്രം ഒഴിക്കേണ്ടി വരില്ല. ചിരിക്കണ്ട, ഒരു കോലം കണ്ടാ മതി. ഇതിനെന്താ കുഴപ്പം? വെറുതെ അല്ല നാട്ടുകാർ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണ. വിളിക്കട്ടാ, വിളിച്ച് പഠിക്കട്ടെ. പച്ചോന്തേ ഇതൊക്കെ ഇട്ട് പൊന്തയിലിരുന്ന് ആരും കാണില്ലെന്ന് നിന്റെ വിചാരം? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ണിപ്പെടില്ല, അതുകൊണ്ടല്ലേ പച്ചയിട്ട് ഇറങ്ങിയത്. ഇടാ മണക്കൂ, ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് നിനക്കറിയാമോ? എനിക്കൊന്നും കേക്കണ്ട. നീ അതേ പറയൂ. ഇടാ, ഇതിനൊക്കെ വിവരം വേണം. നീ അതിന് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അത്രയൊക്കെ മതി, ജീവിച്ചാ പോരെ. മതി. ഈ ലോകത്ത് വേറെ ഒന്നും നീ അറിയണ്ട. അറിഞ്ഞാ വിവരമുള്ളവനായി പോവില്ലേ? വിവരം കൂടിയിട്ടാണ് ഇതുപോലൊക്കെ ചെയ്യണത്. അയ്യോ, ഇന്നാളെ അമ്പലക്കുളത്ത് വെച്ച് അടി കിട്ടിയത് ഇത്ര പെട്ടെന്ന് പറഞ്ഞു നീ? അതിപ്പോ അടിയാണോ? അതൊരു ഒന്നും തള്ളുവല്ലേ. അങ്ങോട്ട് പോയി കേട്ടുവാ. ഇതൊക്കെ ഒരു രസമല്ലടാ. എടാ സത്യം പറയട്ടെ, ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് വേറെ എന്തുണ്ട്? അടി കണ്ണിന് കിട്ടിയാ ഈ കാഴ്ചയും പോവും. അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ഒരു പുക എടുക്കണ വേണ്ട. എടാ, ആണുങ്ങളായ ഇതൊക്കെ വലിച്ച് ശീലിക്കണം. രാവിലെ 3 നേരം കൂടി അങ്ങോട്ടാ. പെൺകുട്ടികൾക്കൊക്കെ തീരെ ബഹുമാനം ഇല്ലാതായി. എങ്ങനെ ഉണ്ടാവാനാ? ദിവസം 5 നേരം TV സീരിയലല്ലേ തിന്നണത്? അല്ല കാണുന്നത്. എന്താ അടുത്ത പരിപാടി? എന്ത് പരിപാടി? പിന്നെ ഈ സിമന്റ് ചട്ടുകവും തേപ്പുകളെ കിട്ടി പൊക്കണ എന്തിനാ വെറുതെ നടക്കണ? അയ്യോ, ഇന്ന് എനിക്ക് പണിയുണ്ട്. അക്കാര്യം ഞാൻ മറന്നുപോയി. മേസ്ത്രിയോടെ കാത്തിരിക്കാം. അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ. ആ മണക്ക് വന്ന അവൻ കുളിയും കാണാൻ പറ്റില്ല. മേസ്ത്രിയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഹലോ,